ഇന്നത്തെ നമ്മുടെ വീഡിയോ നെത്തോലി മീൻ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. ഏറെ നാൾ കേടുകൂടാതിരിക്കുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി 1/2 കിലോ നെത്തോലി മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 വലിയ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനൊരു അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ചൂടായ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീനിൽ മസാലയൊക്കെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്കിട്ട് മീനിനെ വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീനിൻ്റെ എല്ലാ വശവും മൂപ്പാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. മറ്റൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഒരു വലിയ പീസ് ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഉലുവ മൂപ്പാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് ബ്രൗൺ നിറമാവുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം. മീനൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുറുകാനായിട്ട് വയ്ക്കാം. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വിനാഗിരിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നെത്തോലി അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തണുത്ത ശേഷം മാത്രം ഇത് ജാറിലേക്ക് മാറ്റാം. കഴുകി ഉണക്കിയ വെള്ളമായി ഒട്ടുമില്ലാത്ത ജാറിലാക്കി വേണം അച്ചാർ സൂക്ഷിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഏവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.